നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ NPD പൊതുവില് ആണുങ്ങൾക്ക് മാത്രം ഉള്ളതാണ്. ഇതൊന്നും പെണ്ണുങ്ങളെ ബാധിക്കില്ലേ? കോമൺ ആയിട്ട് പൊതുവില് ആളുകൾക്കുള്ള ഒരു സംശയമാണ്. ഈ NPD എന്ന് പറയുന്നത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പൊതുവായിട്ട് രണ്ട് വിഭാഗക്കാരെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. പൊതുവില് ഇതിന് രണ്ടിനും കോമൺ ആയിട്ട് കുറേയേറെ സവിശേഷതകളുണ്ട്. എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ നമുക്ക് ലാക്ക് ഓഫ് എമ്പതി ഉണ്ട്, അതോടൊപ്പം തന്നെ കോൺസ്റ്റന്റ് ക്രിറ്റിസിസം, ഇങ്ങനെ കുറെ സ്വഭാവ സവിശേഷതകൾ കോമൺ ആയിട്ടുണ്ട്. എങ്കിലും ഈ ഫെമിനൈനും മെയിൽ ഇത് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അതായത് പൊതുവിൽ ആണുങ്ങളാണ് എങ്കിൽ ഈ NPD ഉള്ളവര് കൂടുതൽ അഗ്രസീവ് ആയിട്ടുള്ളതും അവരുടെ ക്രിറ്റിസിസം അങ്ങനെയുള്ള ഒരു ലെവലിലേക്ക് അവരൊരു അഗ്രസീവ് ബിഹേവിയർ അവരുടെ ആ ഒരു ജെൻഡറിന്റെ ഇത് വെച്ച് കാണിക്കും. പക്ഷെ സ്ത്രീകൾ കൂടുതലും ഒരു ഇമോഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും. അഗ്രസീവ് ബിഹേവിയർ ഒന്നും പുറത്ത് അത്രയധികമായിട്ട് കാണിക്കില്ല. പക്ഷെ കൂടുതലും ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ് ആ ഒരു രീതിയിലായിരിക്കും അവര് ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോവുക. അപ്പൊ എന്തൊക്കെയായിരിക്കും ഈ NPD സ്വഭാവ സവിശേഷതകളുള്ള ഒരു സ്ത്രീ, അല്ലെങ്കിൽ പ്രത്യേകിച്ചും അതൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ഒരു ഭാര്യ കാണിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇമോഷണൽ കോമ്പറ്റീഷൻ. ഒരു റിലേഷൻഷിപ്പ്, പ്രത്യേകിച്ചും അത് ഒരു മാരേജ് കഴിഞ്ഞിട്ടുള്ളതാണ് എങ്കിൽ പരസ്പരമുള്ള ഒരു മനസ്സിലാക്കലിലൂടെയാണ് മുമ്പോട്ട് പോകുന്നത്, അല്ലെ? പക്ഷേ ഈ ഒരു NPD വൈഫാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു മനോഭാവം ആയിരിക്കില്ല അവർക്ക് ഉള്ളത്. എപ്പോഴും ഒരു കോമ്പറ്റേറ്റീവ് മെന്റാലിറ്റി ആയിരിക്കും ഇത്തരത്തിലുള്ള സ്ത്രീകൾ കാണിക്കുന്നത്. തന്റെ ഹസ്ബൻഡിന്റെ നേട്ടങ്ങള് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ് അവർ ഉണ്ടാക്കുക, അതിപ്പോ അവരുടെ പ്രൊഫഷനിലാവാം അല്ലെങ്കിൽ സൊസൈറ്റിയിലാവാം, ഇതൊന്നും അംഗീകരിക്കാൻ അവർ തയ്യാറാവില്ല. പകരം അവരുടെ ഉള്ളില് ആ ഒരു സിറ്റുവേഷനെ കുറിച്ച് ഓർക്കുമ്പോൾ, അല്ലെങ്കിൽ ആ വ്യക്തിയെ കുറിച്ച് ഓർക്കുമ്പോൾ ആകെ ഒരു അസൂയ നിറഞ്ഞ പെരുമാറ്റമായിരിക്കും. ആരെങ്കിലും ഹസ്ബൻഡിനെ അനുമോദിക്കുന്ന കണ്ടു കഴിഞ്ഞാലും ഇവർ ആകെ അസ്വസ്ഥത കാണിക്കും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ എപ്പോഴും ശ്രദ്ധ തന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ഒരു കാര്യത്തിന്, ഒരു അച്ചീവ്മെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സന്തോഷകരമായ കാര്യം ഹസ്ബൻഡ് പങ്കുവെക്കുമ്പോൾ അതിനുള്ള ഇമ്പോർട്ടൻസ് പരമാവധി കുറച്ചുകൊണ്ട് തന്നിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാനും വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുന്നത് ഇത്തരത്തിലുള്ളവരുടെ സ്വഭാവമാണ്. ഇമേജ് ഫോക്കസ്ഡ് ബിഹേവിയർ. മറ്റുള്ളവരെ കാണിക്കാൻ, അല്ലെങ്കിൽ പുറമേ ഉള്ളവരും അല്ലെങ്കിൽ ആ ഒരു ചുറ്റുവട്ടത്തുള്ള വ്യക്തികൾ അല്ലെങ്കിൽ അവർ ഇൻക്ലൂഡ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ മുമ്പില് ഞങ്ങളുടെ ഫാമിലി ഒരു ഐഡിയൽ ഫാമിലിയാണ്, ഞാൻ ഒരു ഐഡിയൽ വൈഫാണ് എന്ന് പ്രൂവ് ചെയ്യാനായിട്ടുള്ള നിരന്തരമായിട്ടുള്ള ശ്രമം നടത്തുന്നത് ഈ NPD വൈഫ്സിന്റെ ഒരു പ്രത്യേകതയാണ്. പക്ഷെ നേരെ മറിച്ച് അവരുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ സാഹചര്യം വളരെ മോശമായിരിക്കും, അവരുടെ പെരുമാറ്റം കുടുംബത്തിൽ വളരെ വ്യത്യസ്തമായിരിക്കാം. പക്ഷെ പുറത്ത് എല്ലാവരുടെ മുമ്പിൽ ഏറ്റവും നല്ല വ്യക്തിയാണ് താനെന്ന് വരുത്തി തീർക്കുക എന്നുള്ളത് ഇവരുടെ ഒരു സ്വഭാവമാണ്. സൈലന്റ് ഇമോഷണൽ പനിഷ്മെന്റ്. ഈ ഒരു സ്വഭാവത്തില് വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു പ്രശ്നം കുടുംബത്തിൽ ഉണ്ടായെങ്കിൽ പരസ്പരം സംസാരിച്ച് തീർക്കാൻ, അല്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്നുള്ളത് ഹസ്ബൻഡുമായിട്ട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തയ്യാറാകാതെ ആ ഒരു സിറ്റുവേഷനിൽ ഒരു പനിഷ്മെന്റ് എന്നുള്ള ലെവലിൽ ഹസ്ബൻഡിനോട് ഒട്ടും സംസാരിക്കാതെ വരികയും ആ വ്യക്തിക്ക് ആകെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുക, ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള സ്ത്രീകൾ ഏറ്റവും അധികം കാണിക്കുന്ന ഒരു സ്വഭാവം. എപ്പോഴും താനാണ് വിക്ടിം എന്നുള്ള ഒരു മനോഭാവവും ഈ NPD വൈഫ്സിന്റെ എടുത്തു പറയത്തക്ക ഒരു സ്വഭാവ സവിശേഷതയാണ്. അതായത് പുറത്തുള്ള വ്യക്തികളോട് സംസാരിക്കുമ്പോഴേ എന്റെ ഹസ്ബൻഡ് ഇങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തെ അഡ്ജസ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്, അദ്ദേഹത്തിന്റെ സ്വഭാവം തീരെ മോശമാണ്, ഞാൻ ആയതുകൊണ്ടാണ് ഇതൊക്കെ സഹിച്ചു നിൽക്കുന്നത്, ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് റിലേറ്റീവ്സിനോടായാലും ഹസ്ബൻഡിനോടായാലും അല്ലെങ്കിൽ ആരോടൊക്കെ പറയാൻ സാധിക്കും അവരോടെല്ലാം പറയും. എപ്പോഴും താനാണ് ഇര എന്നുള്ള ഒരു മനോഭാവം, മറ്റുള്ളവരുടെ സഹാനുഭൂതി പിടിച്ചു പറ്റുക, ഞാൻ ഒരുപാട് സഹിക്കുന്നുണ്ട് എന്ന് മറ്റുള്ളവരെ അറിയിക്കുക, ഇങ്ങനെയുള്ള ഒരു ചിന്താഗതി ഇവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവം. സെലക്റ്റീവ് കൈൻഡ്നസ്. തനിക്ക് ഇഷ്ടമുള്ളവരോടും തനിക്ക് പ്രയോജനം കിട്ടുമെന്ന് തോന്നുന്ന വ്യക്തികളോടും മാത്രം സ്നേഹവും കരുതലും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ചെയ്തു കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള സ്ത്രീകളുടെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷതയാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ഇവർക്ക് എപ്പോഴും നല്ലൊരു ഇമേജ് ആയിരിക്കും. ഇവരുടെ വീട്ടിലെ സാഹചര്യം എന്ന് പറയുന്നത് വളരെ മോശമായിരിക്കും. ആ ഒരു കുടുംബത്തിലെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് പുറത്തുള്ള ഒരു വ്യക്തികൾക്കും ചിന്തിക്കാനോ മനസ്സിലാക്കാനോ സാധിക്കാത്തതായിരിക്കും. എസ്പെഷ്യലി ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവരുടെ ഹസ്ബൻഡ് ആയിരിക്കും ഏറ്റവും അധികം സഫർ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കാനോ അല്ലെങ്കിൽ പരിഗണിക്കാനോ ഒട്ടും തയ്യാറാവാതെ തനിക്ക് എവിടെ നിന്നാണ് പ്രയോജനം കിട്ടുന്നത് എന്നുള്ളത് മനസ്സിലാക്കി അവരെ മാത്രം ഫോക്കസ് ചെയ്ത് അവരിലേക്ക് ശ്രദ്ധ തിരിക്കുന്നതും ഇവരുടെ ഒരു സ്വഭാവമാണ്. കൺട്രോളിങ് ത്രൂ ഇമോഷണൽ ഡിപ്പെൻഡൻസി. അതായത് എപ്പോഴും ഹസ്ബൻഡിനെ തന്റെ നിയന്ത്രണത്തിൽ നിർത്താനായിട്ട് ശ്രമിക്കുന്നത് ഇത്തരത്തിലുള്ള സ്ത്രീകള് കാണിക്കുന്ന ഒരു സ്വഭാവമാണ്. അത് ഹസ്ബൻഡിന്റെ റിലേറ്റീവ്സിനെ നിന്നുള്ള അകറ്റുന്നത്, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോട് ഇടപെടാനായിട്ട് സമ്മതിക്കാതിരിക്കുക,
ഇഷ്ടമുള്ള ഹോബീസ് ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക. അതായത് പൂർണ്ണമായുള്ള നിയന്ത്രണം, ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തിയുടെ കംപ്ലീറ്റ് നിയന്ത്രണവും കൺട്രോളും എൻ്റെ മേലെ ആയിരിക്കണം, അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വേണം അദ്ദേഹം മുമ്പോട്ട് പോകാൻ എന്നുള്ള ഒരു ചിന്താഗതിയാണ്. അതിന് അവർ പല രീതിയിലുള്ള മെത്തഡ്സ് ഉപയോഗിക്കും. ഇമോഷണൽപരമായിട്ടുള്ളതായിരിക്കും കൂടുതൽ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഹസ്ബൻഡ് പോകുന്നതും സാധാരണയാണ്. സബ്റ്റിൽ പബ്ലിക് ഹ്യൂമിലിയേഷൻ, അതായത് പൊതുവായിട്ട് ആള് കൂടുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ പബ്ലിക് ആയിട്ട് ഹസ്ബൻഡിനെ അപമാനിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യം കിട്ടുമ്പോൾ അത് പരമാവധി അവർ യൂസ് ചെയ്യും. ഇതിലൊരു പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് പെട്ടെന്ന് അത് മനസ്സിലാക്കി എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. കേൾക്കുമ്പോൾ അത് വളരെ തമാശയായിട്ട് തോന്നാം, അല്ലെങ്കിൽ വളരെ നിസ്സാരമായിട്ട് അവർ പറഞ്ഞതായിരിക്കും. ഈ ഹസ്ബൻഡിന് എന്തെങ്കിലുമൊക്കെ വീക്ക് പോയിന്റ് ഉണ്ടെങ്കിൽ അത് പബ്ലിക് ആയിട്ട് ആളുകളോട് പറയുക, അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ പറയുന്നത് ഇങ്ങനെയുള്ളവരുടെ സ്വഭാവമാണ്. അതിനെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അത് ഞാനത് തമാശയ്ക്ക് പറഞ്ഞതല്ല, ഇത് ഇത്ര വലിയ കാര്യമൊന്നുമല്ല എന്നുള്ള രീതിയിൽ അതിനെ വളരെ ലഘുവായിട്ട് പറയുമെങ്കിലും എവിടെയൊക്കെ സാഹചര്യം കിട്ടി അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഹസ്ബൻഡിനെ താഴ്ത്തി കെട്ടുന്നത് ഈ ഒരു സ്വഭാവ സവിശേഷതയുള്ളവരുടെ പ്രത്യേകതയാണ്. ഈ NPD സ്വഭാവ സവിശേഷതയുള്ളത് ഹസ്ബൻഡ് ആയാലും വൈഫ് ആയാലും ഒരു റിലേഷൻഷിപ്പിൽ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും അതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് വ്യക്തിയെ സഹിക്കാൻ. പലപ്പോഴും ഇതൊക്കെ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതും വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് തന്നെയാണ് പ്രശ്നം, അല്ലെങ്കിൽ ആകെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും റിലേഷൻഷിപ്പിൽ പലപ്പോഴും നമുക്ക് തോന്നുന്നത്. എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും തിരിച്ചറിയാൻ സാധിക്കാതെ ആയിരിക്കും പലപ്പോഴും പല റിലേഷനുകളും മുമ്പോട്ട് പോകുന്നത്. ഇനി അഥവാ തന്റെ പാർട്ട്ണർക്ക് NPD ആണെന്ന് തിരിച്ചറിഞ്ഞാലും അവരെ മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാലും അത് സാധിക്കില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. കാരണം അവരവരുടെ ബിഹേവിയർ എപ്പോഴും ഇങ്ങനെ തന്നെ കാണിക്കും. ഇവിടെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. സ്വയം മനസ്സിലാക്കി നമ്മളുടെ സാഹചര്യം എന്താണെന്ന് അറിഞ്ഞ് നമുക്ക് കൂടുതൽ ഇമോഷണൽ ഡാമേജും അതോടൊപ്പം തന്നെ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് വരുന്ന സാഹചര്യവും ഒക്കെ ഒഴിവാക്കി മുമ്പോട്ട് പോകാൻ ശ്രമിക്കുന്നതാണ് എപ്പോഴും നല്ലത്.